ഹലോ. ഇന്ന് നമ്മൾ കൊച്ചിൻ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി മറൈൻ ഡ്രൈവിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപ കേട്ടോ ടിക്കറ്റ്. അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു കല്ലിൽ കുഞ്ഞി കുഞ്ഞി ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇലച്ചെടികളുടെ ഒരു കളക്ഷൻസ് ആട്ടോ ആദ്യം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. പല കളറുള്ള ഇലച്ചെടികൾ വച്ചിരിക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ നാഗാർജുനയുടെ നഴ്സറി ഔഷധ ചെടികളാട്ടോ മെയിനായിട്ട് അവിടെ ഉള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ചിത്രം നമുക്ക് വരച്ച് തരും കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ വരച്ച് തരും. പെർ ഹെഡ് 300 ഫാമിലി 1000 രൂപയാട്ടോ അവർ പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ മയിലാട്ടോ. ആ മയിലെന്ന് പറയണത് മുളക് കൊണ്ട് ഉണ്ടാക്കിയ മയിലാട്ടോ. പിന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ ചെടികളാട്ടോ. സെക്ഷൻ വൈസ് ആയിട്ടുള്ള ചെടികളാട്ടോ അവിടെ വച്ചിരിക്കുന്നത്. ഒരു ചെടിയുടെ ഒരു കളറ് തന്നെ അതിൻ്റെ തന്നെ പല കളറുള്ള പൂക്കളുള്ള ചെടികൾ ഒരു സെക്ഷൻ അങ്ങനെ ആട്ടോ. സെക്ഷൻ വൈസ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ചെടികളുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരവിടെ ബോർഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഏത് ചെടിയാണെന്നുള്ള അന്വേഷിക്കുക അങ്ങനെ ഒന്നും വേണ്ട. ആ ബോർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഇഷ്ടംപോലെ ചെടികളും അതിൻ്റെ വെറൈറ്റി കളറുകളും പൂക്കളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ വരിക. ജാനുവരി 1 വരെ ഉള്ളൂ കേട്ടോ ഈ ഫ്ലവർ ഷോ. എത്രയും പെട്ടെന്ന് വന്ന് ഇത് കാണുക. അത്രയ്ക്ക് നല്ലൊരു ഫ്ലവർ ഷോ ആട്ടോ. എല്ലാ പൂക്കളും വെറൈറ്റി പൂക്കളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഓർക്കിഡിൻ്റെയും ആന്തോറിയത്തിൻ്റെയൊക്കെ നല്ല നല്ല ചെടികളിലുള്ള നല്ല നല്ല കളക്ഷൻസും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ആന്തോറിയം ഓർക്കിഡൊക്കെ ഞാൻ ആകെ കണ്ടേക്കുന്ന പിങ്ക് അങ്ങനത്തെയൊക്കെയാട്ടോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കളർ വേരിയൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഇലച്ചെടികളിൽ തന്നെ മഞ്ഞ, പിങ്ക്, നീല അങ്ങനത്തെ കുറേ കളറുകളുള്ള ഇലച്ചെടികൾ. പിന്നെ നമുക്ക് ഓരോ ചെടികളും പയ്യെ പയ്യെ കണ്ട് കണ്ട് പോവാട്ടോ. അവരിങ്ങനെ ധൃതി പിടിപ്പിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഈ ചെടിയുടെ പേര് ലില്ലി ചെടിയാട്ടോ. ഇതിൻ്റെ തന്നെ പല കളർ വേരിയൻറ്റുകൾ അവിടെ ഉണ്ട് കേട്ടോ. വൈറ്റ്, പിങ്ക്, ഓറഞ്ച്, മഞ്ഞ അങ്ങനെ പല കളർ വേരിയൻറ്റുകളുള്ള ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഓർക്കിഡിൻ്റെ തന്നെ പല വെറൈറ്റി ഓർക്കിഡുകൾ, ആന്തോറിയത്തിൻ്റെ പല വെറൈറ്റി ആന്തോറിയങ്ങൾ, പിന്നെ കള്ളിമുൾ ചെടികൾ, പിന്നെ ബഡ് ചെടികൾ, അങ്ങനെ ഓരോ ചെടികളും ഓരോ സെക്ഷൻ വൈസായിട്ട് അവിടെ വച്ചിരിക്കും കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കണ്ട് കണ്ട് പയ്യെ പയ്യെ പോവാട്ടോ. റോസാപ്പൂവിൻ്റെയൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. വൈറ്റ്, പിങ്ക്, പിന്നെ ഓറഞ്ച് കളറ്, എല്ലാ കളറ് റോസാ ചെടികളൊക്കെ അവിടെ ഉണ്ട്. അതും നല്ല വലിയ പൂവുള്ള റോസാ ചെടികളാട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഓരോ പ്ലാന്റ് വച്ചിരിക്കുന്നത് ഓരോ നഴ്സറികളാട്ടോ. ആ നഴ്സറികളുടെ ഡീറ്റെയിൽസും അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും അങ്ങനെ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ സെക്ഷൻ വൈസ് ഓരോ നഴ്സറികളാട്ടോ അവിടെ വച്ചിരിക്കുന്ന പ്ലാന്റുകൾ വച്ചിരിക്കുന്നത്. ആന്തോറിയത്തിൻ്റെയൊക്കെ നല്ല നല്ല കളറുള്ള ആന്തോറിയങ്ങളും അതിൻ്റെ തന്നെ വെറൈറ്റികളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഡാലിയ കേട്ടോ. നമ്മൾ ബൊക്കയിലൊക്കെ വെക്കുന്ന ഡാലിയയുടെ തന്നെ പല പല കളറുള്ള ഡാലിയകളൊക്കെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ജമന്തി, ബന്ദിപ്പൂവ് നല്ല അടിപൊളി ആയിട്ട് അവർ വട്ടത്തിലൊക്കെ ബന്ദിപ്പൂ നല്ല കളർ ഓറഞ്ചും മഞ്ഞയും കൂടിയും ഇടകലർത്തിയൊക്കെ ആട്ടോ ഡാലിയയും ബന്ദിപ്പൂവൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സീഡും തൈകളൊക്കെ മേടിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ സ്റ്റാളുകളായിട്ട് ഓരോ സ്റ്റാളുകളായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിത്തുകൾ, അതിൻ്റെ തന്നെ അപ്പുറത്ത് തന്നെ തൈകൾ, എല്ലാ ചെടികളുടെയും തന്നെ തൈകളും വിത്തുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് തൈക്കൊക്കെ 400 രൂപ, 500 രൂപ അങ്ങനെയൊക്കെയാട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അടുത്ത സ്റ്റാളുകൾ ഇഷ്ടംപോലെ സ്റ്റാളുകൾ അവിടെ ഉണ്ട് കേട്ടോ. ബെഡ് സെറ്റിൻ്റെയൊക്കെ സ്റ്റാളുകൾ, ബുക്കിൻ്റെ സ്റ്റാളുകൾ. ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് പറ്റാവുന്ന ബുക്കുകൾ, ABCDയുടെ ഒക്കെ ബുക്കുകൾ, അതുകൂടാണ്ട് സ്റ്റോറി ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് അവിടെ അവൈലബിൾ ആട്ടോ. പിന്നെ ഇതുപോലത്തെ കത്തി, പിന്നെ കീ ചെയിനുകൾ, പിള്ളേർക്ക് വേണ്ട പേന, പെൻസില് അങ്ങനത്തെയൊക്കെ കളക്ഷൻസ്, ടോയ്സിൻ്റെയൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാറുകളുടെയൊക്കെ നല്ല ഹ്യൂജ് കളക്ഷൻ തന്നെ അവിടെയുണ്ട്. അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റാളിലായിട്ട് വാച്ചുകൾ, പിന്നെ കണ്ണടകൾ, അതിൻ്റെയൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ചെരുപ്പുകളുടെ കളക്ഷൻ 250, 350 രൂപയൊക്കെ കേട്ടോ. നല്ല നല്ല ചെരുപ്പുകൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഫുഡ് കോർട്ടുകൾ
അവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആട്ടോ. ബജ്ജി, പിന്നെ പാവ് ബജ്ജി, പാനിപൂരി, അങ്ങനത്തെ ഇഷ്ടംപോലെ ഫുഡ് കോർട്ടുകൾ, ഓരോ ഫുഡ് കോർട്ടുകളും അവൈലബിൾ ആട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ചങ്ങ് മാറി കഴിയുമ്പോൾ അക്വാപെറ്റ് എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് അവിടെ പാമ്പ്, തത്ത, അവരെയൊക്കെ നമുക്ക് ഇത്ര ക്യാഷ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കത് മേലിൽ വെച്ച് ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആട്ടോ അത്. പല തരത്തിലുള്ള ജീവികൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഓന്ത്, ഇതുപോലത്തെ തത്ത, അതിനെയൊക്കെ നമുക്ക് മേത്ത് വെച്ച് ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതുപോലത്തെ കളിക്കുന്ന സംഭവങ്ങളാട്ടോ. ഇതുപോലത്തെ ട്രെയിനുകൾ, പിന്നെ ഊഞ്ഞാല്, പിന്നെ അങ്ങനത്തെ കുറേ കളിക്കുന്ന സംഭവങ്ങളൊക്കെ, പിള്ളേർക്ക് പറ്റിയ കളിക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേജിൽ ഫാഷൻ ഷോ നടക്കുക കേട്ടോ. ഒരു 15 വയസ്സിന് താഴെയുള്ള പിള്ളേരുടെ കേട്ടോ. ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് 18 വയസ്സ് അതിൽ താഴെയുള്ള പിള്ളേരുടെ ഫാഷൻ ഷോ ആട്ടോ നടക്കുന്നത്. നല്ല ഭംഗിയുള്ള പിള്ളേർ നന്നായിട്ട് അവർ അഭിനയിച്ച് നന്നായിട്ട് അവർ നടന്ന് ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാണുന്നവരെ ഓക്കെ, ബൈ.